നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു റാഗി ഇഡലി. റാഗി അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഓർത്തിട്ട് കഴിക്കണമെന്നുണ്ട്, പക്ഷെ അതിന്റെ രുചി ഓർക്കുമ്പോൾ ഉണ്ടാക്കാനോ കഴിക്കാനോ തോന്നാറില്ല എന്ന് പലരും പറയാറുണ്ട്. ഞാനും പല രീതിയിൽ റാഗി ഇഡലി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റാഗി ഇഡലിയാണ്. കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇഡലി നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർ ചോദിച്ചു വാങ്ങി കഴിച്ചോളൂ. എല്ലാ ദിവസവും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. അത്രയും ഹെൽത്തി ആണല്ലോ, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പൊ ഈ രീതിയിലൊന്ന് ഇഡലി ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് താഴെ എഴുതണേ. അപ്പൊ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു റാഗി ഇഡലി തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. നമുക്ക് റാഗി പൊടി വെച്ചിട്ടോ ഇനി അതല്ലെങ്കിൽ മുഴുവൻ റാഗി വെച്ചിട്ടോ ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് റാഗി പൊടി വെച്ചിട്ടുള്ള ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഉഴുന്നൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു വെക്കുന്നുണ്ട്. ഈ വെള്ളം നല്ല വെള്ളമാണ്. നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഉഴുന്ന് കുതിരാനായിട്ട് വെക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിച്ചു വെക്കുക. ഒരു 6 മണിക്കൂറൊക്കെ കുതിർന്നാൽ മതിയാകുക. നമുക്ക് നാളെയാണ് ഇഡലി ഉണ്ടാക്കേണ്ടതെങ്കിൽ തലേദിവസം രാവിലെ തന്നെ ഉഴുന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക. എന്നിട്ട് വൈകുന്നേരം മാവ് അരച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിന്റെ വലിയ ജാറിലേക്ക് വെള്ളത്തോട് കൂടിയിട്ട് ഉഴുന്നിട്ട് കൊടുക്കാം. നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഉഴുന്നിന്റെ നഗയൊക്കെ, അതായത് ആ ലെവലിൽ തന്നെ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർക്കുന്നുണ്ട്. ചോറും കൂടെ ചേർക്കുമ്പോഴായിരിക്കും ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ നല്ല ഷേപ്പും ഉണ്ടാകും. ആദ്യം വെള്ളം കുറച്ച് വെച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. മുഴുവൻ വെള്ളം ചേർക്കണേ. ഇപ്പൊ തന്നെ മുഴുവൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഉഴുന്നിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക്, മാവ് കലക്കി വെക്കാൻ എടുക്കുന്ന ബൗളാണ്, ഇതിലേക്ക് ഒരു 1.5 കപ്പ് റാഗിപ്പൊടി എടുക്കാം. റാഗിപ്പൊടിയിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ, അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കൈ ഉപയോഗിച്ചിട്ട് കലക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കൈ ഉപയോഗിച്ച് കലക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നോളൂ. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പൊ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഉഴുന്ന് കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് വെള്ളം കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പൊ ഇഡലിമാവിന്റെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസാണ് ഉള്ളത്. ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. മാവ് എളുപ്പത്തിൽ പൊങ്ങി വരാനായിട്ട് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിന് മുകളിലേക്ക് മാവ് എടുത്തു വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും ഇഡലി തട്ടിൽ ഇഡലി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഈ തട്ട് ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. തട്ടൊന്ന് ചൂടായി വരുമ്പോൾ ആവി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് ഒരു തട്ടും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിലും എണ്ണ തടവിയതിനു ശേഷം ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇഡലി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതൊക്കെ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡലി വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. സ്ക്യൂറിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇഡലി വെന്തിട്ടുണ്ടാകും. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. 7 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇഡലി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി കൈ പൊള്ളിക്കാതെ തട്ട് ഇഡലി പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ഇഡലി ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് തട്ടിന്ന് മാറ്റിയെടുക്കാം. ഇപ്പൊ കുറച്ച് തണുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. സ്പൂൺ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല ഷേപ്പുള്ള ഇഡലിയാണ്, നല്ല സോഫ്റ്റുമാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഇഡലിയാണിത്. ഈ ഒരു അളവിൽ മാവ് കലക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊരു 28 ഇഡലി വരെ ഉണ്ടാക്കിയെടുക്കാം. നല്ല തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടോ ഇനി അതാണെങ്കിൽ കറി കൂട്ടിയിട്ടോ നമുക്ക് ഈ ഒരു ഇഡലി സാധാരണ ഇഡലി കഴിക്കുമ്പോൾ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഇത് കഴിക്കാനും എളുപ്പമാണ്, ഹെൽത്തിയാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ.
കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.